സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട കൊണ്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഈസിയാണ് ചെയ്തെടുക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ട ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു 2 ചെറിയ സവാള ചോപ്പ് ചെയ്ത് എടുത്തത്. പിന്നെ നമുക്ക് ഒരു ചെറിയ തക്കാളി വേണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1 അല്ലി വെളുത്തുള്ളിയും 1 പച്ചമുളകും എടുക്കുക. പിന്നെ വേണ്ടത് ബ്രെഡ്, ഒരു 6 ബ്രെഡ് സ്ലൈസസ് ആണ് ഞാൻ എടുക്കുന്നത്. ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ഒരു ചീൻചട്ടിയിലേക്ക് അല്ലെങ്കിൽ അടിക്കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പം നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം, സവാളയൊക്കെ പെട്ടെന്നൊന്ന് കുക്കായി വരാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് പകുതിയായി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും അധികം വേണ്ട കേട്ടോ, ചെറിയൊരു ഫ്ലേവർ മതി. അപ്പോൾ അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊന്ന് അതിൻ്റെ റോ സ്മെൽ മാറുന്നിടം വരെ തീ കുറച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയോട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം. തക്കാളിയൊന്നും ഒരുപാട് വേണ്ട, ഒരു ചെറിയ തക്കാളി മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് വെന്ത് നന്നായിട്ടൊന്ന് ഉടങ്ങി വരുന്നിടം വരെ ഇതുപോലെ സവാളയുമായിട്ടൊന്ന് ബ്ലെൻഡായി വരണം. ഇത്രയായി കഴിയുമ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ട. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ആ മുട്ടയൊന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ആ മസാലയുമായിട്ടങ്ങ് കമ്പൈൻ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഞാൻ സവാള കുക്കാവുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. മുട്ടയ്ക്കും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉപ്പൊന്നും വേറെ ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ, മുട്ടയൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു. മല്ലിയില ഓപ്ഷണലാണ്, ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമുക്ക് എരിവ് നോക്കുക, വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്യാം. എനിക്കിപ്പോൾ എരിവൊക്കെ കറക്റ്റാണ്, ഇങ്ങനൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയാണ്. ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ബ്രെഡിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 6 ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം ഞാൻ എഡ്ജസ് ഒന്നും കട്ട് ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ അങ്ങ് എടുക്കുകയാണ്. 2 ബ്രെഡിൽ ആദ്യം നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് റെഡ് ചില്ലി സോസ് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനിയും ടൊമാറ്റോ സോസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതൊന്നും വെക്കാതെ തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സാൻഡ്വിച്ച്. വേണമെങ്കിൽ ഒരു അഡീഷണൽ ടേസ്റ്റിന് ഈ സോസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മോസറല്ല ചീസ് ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത് 3 സാൻഡ്വിച്ചിനുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം വേറൊരു ബ്രെഡ് വെച്ച് ഇതങ്ങ് കവർ ചെയ്യുക. അപ്പോൾ 3 സാൻഡ്വിച്ച് ഞാൻ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ദോശക്കല്ലോ ഇതുപോലത്തെ ദോശ തവ എടുക്കുക. 1 ടീസ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഒരു സാൻഡ്വിച്ച് ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ ഈവനായിട്ട് സ്പ്രെഡ് ആയിക്കോളും. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഹീറ്റിന് ഇടയ്ക്ക് വെച്ചത് കുക്ക് ചെയ്യുക. ഇതുപോലൊരു സ്പാച്ചുല യൂസ് ചെയ്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഒട്ടിയിരുന്നോളും കേട്ടോ. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിലും ഇടരുത്. മീഡിയം ഫ്ലെയിമിനെക്കാട്ടിൽ കുറച്ചുകൂടെ താഴെ വേണം വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുമില്ല. അപ്പോൾ ഇനി ഫ്ലിപ്പ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ബട്ടർ കൂടെ നമുക്കിതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്യാം.
എന്നിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് അതിനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല ഒരു ഗോൾഡൻ കളറാകുന്നിടം വരെ കുക്ക് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ടോസ്റ്റ് ചെയ്ത് എടുക്കാം. നമുക്കിത് ബട്ടറിലോ ഗീയിലോ ടോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് കട്ട് ചെയ്യട്ടെ. നല്ല ക്രിസ്പിയാണ് കേട്ടോ, പുറമേ നല്ല ക്രിസ്പിയാണ്. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ ആ ചൂടോടുകൂടി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്, നല്ല ചൂട്. കട്ടൻ കാപ്പിയുടെ കൂടെയൊക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് കോംബോ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാൻഡ്വിച്ചും കട്ടൻ കാപ്പി. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.